ഫോക്കസ് ഓൺലൈൻ മൈക്രോ ടിപ്സ് ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സുഷ. വരാൻ പോകുന്ന SSLC പരീക്ഷയിൽ ചോദിക്കുമെന്ന് ഉറപ്പുള്ള ചില ഗ്രാമർ ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് വിശേഷനെ കുറിച്ച്. വിശേഷൻ എന്താണ് നമ്മൾ പഠിക്കുക. ഇംഗ്ലീഷിൽ നമ്മൾ അതിനെ അഡ്ജക്റ്റീവ് എന്ന് പറയും. എന്താണ് അഡ്ജക്റ്റീവ് എന്ന് എല്ലാവർക്കും 10ാം ക്ലാസ്സിലെ സ്റ്റുഡൻസ് ആയ നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്താണ് അഡ്ജക്റ്റീവ്? ഒരു നാമത്തിന്റെയോ ഒരു സർവനാമത്തിന്റെയോ സവിശേഷതകളെ കുറിച്ച് പറയുന്നതാണ് അഡ്ജക്റ്റീവ്. ഒരു നാമത്തിന്റെയോ ഒരു സർവനാമത്തിന്റെയോ സവിശേഷതകളെ, അതായത് ചില ക്വാളിറ്റീസിനെ കുറിച്ച് പറയുന്ന ചില വാക്കുകൾ, അതിനെയാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. നമ്മുടെ എക്സാമിന് ചോദിക്കുന്ന മോഡൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഒന്നാമതായിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. ധൂന്ധലി റോഷ്നി മേയും വിശേഷൻ ശബ്ദ് ക്യാഹെ. ഇങ്ങനെയാണ് എക്സാമിന് ചോദിക്കുന്ന മോഡൽ. ഒന്നാമത്തെ മോഡൽ വിശേഷണവുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഒരു മോഡൽ ഇങ്ങനെയാണ്, ധൂന്ധലി റോഷ്നി മേയും. അതില് വിശേഷണ ശബ്ദം എന്താണ്, അഡ്ജക്റ്റീവ് ഏതാണ്? അതിലിപ്പോ ധൂന്ധലി റോഷ്നി മീൻസ് എന്താണ്? മങ്ങിയ പ്രകാശം, മങ്ങിയ വെളിച്ചം എന്നാണ്. ഇതിലെ നാമശബ്ദം എന്ന് പറയുന്നത് റോഷ്നി എന്ന വാക്കാണ്. പ്രകാശം എന്ന വാക്കാണ് നാമം. ആ നാമത്തെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് ഏത്? ധൂന്ധലി എന്ന വാക്ക്. അതാണ് മങ്ങിയ എന്ന്. അതാണ് നേരത്തെ പറഞ്ഞ ഒരു നാമത്തിന്റെയോ ഒരു സർവനാമത്തിന്റെയോ സവിശേഷതകളെ കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ. ഈ വാക്കിനകത്ത് റോഷ്നി എന്ന വാക്കിനെ ധൂന്ധലി എന്ന വാക്കുകൊണ്ട് എന്ത് ചെയ്തിരിക്കുന്നു? വിശേഷിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ അതിനകത്ത് എന്താണ് വിശേഷണ ശബ്ദം ഏതാണ് എന്ന് ചോദിച്ചാൽ, അതിനകത്ത് വിശേഷണ ശബ്ദം ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് ആൻസർ ഏതായിട്ട് എടുക്കാം? റോഷ്നി എന്ന വാക്കിനെ വിശേഷിപ്പിച്ചിരിക്കുന്ന വാക്ക് ഏതാണ്? ധൂന്ധലി എന്ന വാക്കാണ്. ധൂന്ധലി എന്ന വാക്ക് കൊണ്ടാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ ആൻസർ എന്താണ്? ധൂന്ധലി. അതുപോലെ കുറച്ച് എക്സാമ്പിൾസ് ഞാൻ തന്നിട്ടുണ്ട്. സാരേ ഖിലൗനെ, സാരേ ഖിലൗനെ, മുഴുവൻ കളിപ്പാട്ടങ്ങളും എന്ന് പറഞ്ഞാൽ കളിപ്പാട്ടങ്ങളെ എന്താണ്? സാരേ എന്ന വാക്കുകൊണ്ട് വിശേഷിപ്പിച്ചിരിക്കുന്നു. അതുപോലെ അപ്പോ സാരേ എന്ന വാക്കാണ് അവിടുത്തെ അഡ്ജക്റ്റീവ്. ബൂഠ ആത്മി, വൃദ്ധനായ മനുഷ്യൻ. അതിനകത്ത് ആത്മി എന്ന മനുഷ്യനെ ബൂഠ എന്ന വാക്കുകൊണ്ട് വിശേഷിപ്പിച്ചിരിക്കുന്നു. അപ്പൊ ഏതാണ്? ബൂഠ എന്ന വാക്കാണ് വിശേഷണമായിട്ട് ഉപയോഗിക്കുന്നത്. അടുത്ത് ചോട്ടി ലഡ്കി, ലഡ്കി എന്ന വാക്കിനെ ചോട്ടി എന്ന പദം കൊണ്ട് വിശേഷിപ്പിച്ചിരിക്കുന്നു. അപ്പൊ അവിടുത്തെ വിശേഷണം ഏതാണ്? ചോട്ടി. അടുത്ത് സുന്ദർ ഫൂൽ, സുന്ദരമായ പൂ, ബ്യൂട്ടിഫുൾ ഫ്ലവർ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ പൂവിനെ സുന്ദരമാണ്, ബ്യൂട്ടിഫുൾ ആണ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. അപ്പൊ അതിലെ വിശേഷണം ഏതാണ്? സുന്ദർ. അടുത്തുപോലെ നീല ആസ്മാൻ, നീലാകാശം എന്നാണ്. നീല നിറത്തിലെ ആകാശം, അതായത് ആസ്മാനെ വിശേഷിപ്പിച്ചിരിക്കുന്ന വാക്കാണ് ഏത്? ആസ്മാൻ. ഏതാണ്? നീല എന്ന വാക്കുകൊണ്ടാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ ടൂട്ട പഹിയ, പഹിയ, ടൂട്ട പഹിയ മീൻസ് പൊട്ടിയ ചക്രം. ചക്രത്തെ എങ്ങനെയാണെന്ന് പറയുന്നു? പൊട്ടിയതാണെന്ന് പറയുന്നു. അതാണ് അവിടുത്തെ വിശേഷണം. അതുപോലെ നെക്സ്റ്റ് വൺ അഗേലി ആവാസ്. അഗേലി ആവാസ് എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട ശബ്ദം എന്നാണ്. അപ്പൊ ആ ശബ്ദം എങ്ങനെയുള്ളതാണ്? അഗേലി എന്ന വാക്കുകൊണ്ട് വിശേഷിപ്പിച്ചിരിക്കുന്നു. നെക്സ്റ്റ് മോട്ട ആത്മി, തടിച്ച മനുഷ്യൻ എന്നാണ് പറഞ്ഞത്. തടിച്ച മനുഷ്യൻ. ആത്മി എന്ന വാക്കിനെ ഏത് വാക്കുകൊണ്ട് വിശേഷിപ്പിച്ചിരിക്കുന്നു? മോട്ട എന്ന വാക്കുകൊണ്ട് വിശേഷിപ്പിച്ചിരിക്കുന്നു. കാല പഹാഡ്, പഹാഡ് പർവ്വത, കറുത്ത പർവ്വതം. പർവ്വതത്തിന്റെ നിറം എന്താണ്? കറുപ്പാണ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. അപരിചിത വ്യക്തി, അപരിചിതനായ വ്യക്തി. വ്യക്തിയെ എങ്ങനെ വിശേഷിപ്പിച്ചിരിക്കുന്നു? അപരിചിതനാണ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. ഇങ്ങനെ വിശേഷണവുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ മോഡല് ഇതാണ്. അതായത് 2 വേർഡ്സ് തന്നിട്ട് അതിൽ വിശേഷണം. ഇങ്ങനെ 2 വേർഡ്സ് തന്നിട്ട് സ്വാഭാവികമായിട്ടും വിശേഷണ ശബ്ദം എഴുതാൻ ചോദിച്ചാൽ ആദ്യത്തെ വാക്കായിരിക്കും ആൻസർ. എപ്പോഴും അത് എന്താണ്? ഈസി ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും കണ്ടുപിടിക്കാൻ. നമുക്ക് 2 വേർഡ് തന്നിട്ട് അതിലൊരു വിശേഷണം ഏതെന്ന് ചോദിച്ചാൽ എളുപ്പമാണ്. ഫസ്റ്റ് വേർഡ് ആയിരിക്കും മിക്കവാറും എന്ത് തന്നെയാണ്? ഫസ്റ്റ് വേർഡ് തന്നെ ആയിരിക്കും അതിന്റെ ആൻസർ. അപ്പോ വിശേഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു നാമത്തിന്റെയോ സർവനാമത്തിന്റെയോ സവിശേഷതയെ കുറിച്ച് പറയുന്നതാണ് വിശേഷണം. അടുത്ത് വിശേഷണത്തിൽ നിന്ന് രണ്ടാമതൊരു മോഡൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കോൻസാ ശബ്ദ് വിശേഷൻ ഹേ എന്നാണ്. താഴെ തന്നിരിക്കുന്ന 4 ഓപ്ഷൻ തരും. അതിലെ വിശേഷണം ഏത് എന്ന് ചോദിക്കും. അതിലെ ഏതാണ് വിശേഷണം ഏതെന്ന് ചോദിക്കും. അപ്പോ ആദ്യം നമ്മൾ 2 വേർഡ്സ് വെച്ച് പഠിച്ചു. ആദ്യം 2 വേർഡ്സ് വെച്ചാണ് പഠിച്ചത്. അടുത്ത് ചോദിക്കാൻ പോകുന്നത് താഴെ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ വിശേഷണ ശബ്ദം ഏതാണ്.
അങ്ങനെ ചോദിക്കുമ്പോൾ ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ്? അഭിമന്യു എന്ന് പറഞ്ഞിട്ടുണ്ട്. അഭിമന്യു. പിന്നെ സേന, ദുസ്സാഹസി, രഥ്. അതില് ഏതാണ് വിശേഷണം, ഏതാണ് അഡ്ജക്റ്റീവ് എന്ന് കണ്ടുപിടിക്കണം. ഫസ്റ്റ് വേർഡ് ഏതാണ്? അഭിമന്യു. അതില് അഭിമന്യു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേരാണ്, അതൊരു നാമമാണ്. സേന, ആർമി, അതൊരു നാമമാണ്. ദുസ്സാഹസി, ദുസ്സാഹസികൻ എന്നാണ്, അതൊരു വിശേഷണമാണ്. രഥം എന്ന് പറയുന്നത് ചാരിയോട്ട്, രഥം എന്നാണ്. അപ്പോ ഇതിൽ വിശേഷണമായിട്ട് വരുന്നത് ഏതാണ്? സാഹസികൻ എന്ന വാക്ക്, സാഹസി എന്ന വാക്കാണ് വിശേഷണം. അപ്പൊ ഒന്നാമത്തെ ഇതില് എന്താണ്? ദുസ്സാഹസി എന്ന വാക്കാണ് ഏതായിട്ട് വരുന്നത്? ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? ദുസ്സാഹസി. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പീല, പീല, പർവ്വത്, ജമീൻ, ആകാശ്. പീല മീൻസ് എന്താണ്? മഞ്ഞ. പീലാർത്ഥം മഞ്ഞ. പർവ്വത് പഹാഡ്, ജമീൻ ആകാശ്. അപ്പൊ അതില് മഞ്ഞ എന്ന് പറയുന്നത് ഒന്ന്, പർവ്വതം എന്ന് പറഞ്ഞാൽ മൗണ്ടെയിൻ, പർവ്വതം. ജമീൻ എന്ന് പറഞ്ഞാൽ ഭൂമി എന്നാണ്. ആകാശം എന്ന് പറഞ്ഞാൽ ആകാശം. ആകാശം എന്ന് പറഞ്ഞാൽ എന്താണ്? ആകാശം എന്നാണ്. ഇതില് പീല എന്ന വാക്ക് എന്താണ്? വിശേഷണമാണ്. കാരണം ഒരു നിറത്തിനെ കുറിച്ച്, നിറമാണ് അവിടുത്തെ സവിശേഷത എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ നിറമാണ് അവിടുത്തെ ഏത്? അഡ്ജക്റ്റീവ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കിതാബ്, അച്ചി, ശരീർ, പാനി. അതില് കിതാബ് മീൻസ് പുസ്തകം, അച്ചി നല്ലത്, ശരീർ ബോഡി, പാനി വാട്ടർ. ഇതിൽ വിശേഷണമായിട്ട് വരുന്ന പദം ഏതാണ്? അച്ചി നല്ലത്, ഗുഡ് എന്നുള്ള വാക്കാണ് വിശേഷണമായിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് അഡ്ജക്റ്റീവിന്റെ പോർഷൻസിൽ നിന്ന് നമ്മൾ നോക്കിയത്. അഡ്ജക്റ്റീവിൽ നിന്ന് ഈ രണ്ട് മോഡലാണ് എക്സാമിന് ചോദിക്കുന്നത്. ആദ്യം 2 വേർഡ്സ് തന്നിട്ട് അഡ്ജക്റ്റീവ് എന്ന് ചോദിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യ വാക്ക് തന്നെ ആയിരിക്കും അഡ്ജക്റ്റീവ്. രണ്ടാമത് തരുന്ന മോഡൽ എന്ന് പറയുന്നത് 4 വേർഡ്സ് തന്നിട്ട് അതിൽ നിന്ന് അഡ്ജക്റ്റീവ് സെലക്ട് ചെയ്യാൻ പറയും. അങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ള നമ്മുടെ 4 വേർഡ്സിന്റെ മീനിങ് മനസ്സിലാക്കുക. എന്നിട്ട് അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. ഒരു നാമത്തിന്റെയോ സർവനാമത്തിന്റെയോ സവിശേഷതയെ കുറിച്ച് പറയുന്നതാണ് അഡ്ജക്റ്റീവ് എന്ന് നമുക്ക് അറിയാം. അത് വെച്ചിട്ട് എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. എളുപ്പമാണ്. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണിത്, ഷുവർ ക്വസ്റ്റ്യൻ ആണിത്. നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ 1 മാർക്ക് ഉറപ്പാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടും. നെക്സ്റ്റ് പഠിക്കുന്നത് സർവനാമത്തിന്റെ പോർഷൻസ് ആണ്. സർവനാമത്തിന്റെ പോർഷൻസിൽ ആദ്യം നമുക്ക് കുറച്ച് സർവനാമവും വിഭക്തി പ്രത്യയവും ചേർത്ത് എഴുതാനായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതില് സർവനാമത്തിൽ ആദ്യം ചോദിക്കുന്ന മോഡൽ എന്ന് പറയുന്നത് ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഇസ്കോ മേയും നിഹിത് സർവനാം കോൻസാഹേ. ഇസ്കോ എന്നുള്ളതില് എന്താണ് അടങ്ങിയിരിക്കുന്ന സർവനാമം ഏതാണ് എന്ന് ചോദിച്ചാൽ ബ്രാക്കറ്റിനകത്ത് 4 ഓപ്ഷൻ ഉണ്ട്. എ, വഹ്, വേ, യഹ്. എ, വഹ്, വേ, യഹ്. ഇതിലെന്ന് നമ്മൾ ഏത് കണ്ടുപിടിക്കണം? ഇസ്കോയ്ക്ക് അകത്തുള്ള സർവനാമ ശബ്ദം ഏതെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. നമ്മൾ പഠിച്ചിട്ടുണ്ട് വഹ് ചേർന്ന് വന്നാൽ വഹന്ന സർവനാമത്തിന് എന്തായി മാറും? വഹന്ന സർവനാമം ഉസ്സായും, എഹന്ന സർവനാമം ഇസ്സായും, എ എന്ന സർവനാമം ഇന്നായും, വേ എന്ന സർവനാമം ഉന്നായും, തൂ എന്ന സർവനാമം തുച്ഛായും, മെയ്ം എന്ന സർവനാമം മുച്ചായും മാറണം. ഇത് നമ്മൾ നന്നായിട്ട് പഠിച്ചു വെക്കുന്ന കാര്യമാണ്. വഹന്ന സർവനാമം ഉസ്സായും, വഹ്, ഉസ്, വഹ് വന്നാൽ ഉസ്. ക്വസ്റ്റ്യനകത്ത് ഇപ്പോ ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനില് ഇസ്കോ എന്നാണ്. അപ്പോ ഇസ് ആണെങ്കിൽ നമ്മൾ ഇത്രയും ഈ ഒരു ബോക്സ് പഠിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഇസ് വന്നാൽ എഹാണ്. അപ്പോ ബ്രാക്കറ്റിൽ നമുക്ക് പെട്ടെന്ന് ആൻസർ സെലക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ഉസ്കോ എന്ന് വന്നാൽ അതായത് വഹന്ന സർവനാമം എന്തായി മാറും? വഹ് എന്തായി മാറുന്നു? ഉസ്സായി മാറുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എഹ് എന്തായി മാറുന്നു? ഇസ്സായി മാറുന്നു. എ എന്തായി മാറുന്നു? ഇന്നായി മാറുന്നു. വേ എന്തായി മാറുന്നു? ഉന്നായി മാറുന്നു. തൂ എന്തായി മാറും? തുച്ച്. മെയ്ം എന്തായി മാറും? മുച്ച്. അപ്പോ ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്? ഇസ്കോയിലെ ഏത് സർവനാമമാണ് വരുന്നത്? യഹ് എന്ന സർവനാമമാണ് വരുന്നത്. ഇസ്കോയിൽ ഏത് സർവനാമമാണ് വരുന്നത്? യഹ് എന്ന സർവനാമമാണ് ഇസ്കോയിൽ വരുന്നത്. അടുത്ത് സർവനാമം വിഭക്തി പ്രത്യയവുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന രണ്ടാമത്തെ മോഡൽ ക്വസ്റ്റ്യൻ ആണ് സഹി രൂപ് കോൻസാഹേ. കറക്റ്റായ രൂപം ഏതാണ്? കറക്റ്റായ രൂപം ഏത്? അതില് 4 ഓപ്ഷൻ തരും. കറക്റ്റായ രൂപം ഏത് എന്ന് ചോദിക്കുന്നിടത്ത് 4 ഓപ്ഷൻ ആണ് നമുക്ക് തരുന്നത്. ആ 4 ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ ഞാൻ തന്നിരിക്കുന്നത് വഹ് പ്ലസ് സേ ഉസേ, വഹ് പ്ലസ് കോ ഉസേ, വഹ് പ്ലസ് കി ഉസേ, വഹ് പ്ലസ് ക ഉസേ. ഈ 4 ഓപ്ഷനിൽ
ഏതാണ് കറക്റ്റ് ഓപ്ഷൻ എന്നാണ് അവിടുത്തെ രണ്ടാമത്തെ മോഡൽ. സർവനാമവും വിഭക്തി പ്രത്യയവുമായി ബന്ധപ്പെട്ട് രണ്ടാമത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. അതില് എല്ലാത്തിന്റെ ആൻസർ ഉസ്സേ എന്നാണ്. പക്ഷേ ആ ക്വസ്റ്റ്യന്റെ ആ ഭാഗം സമത്തിന് ഇപ്പുറത്ത് ലെഫ്റ്റ് സൈഡിലായിട്ട് കിടക്കുന്ന ഭാഗമാണ് നമ്മുടെ ആൻസർ, അവിടെയാണ് കിടക്കുന്നത്. അത് നമ്മൾ അറിയണം. എങ്ങനെയാ, ഏത് ചേർന്നാലാണ് വഹാണെന്ന് നമുക്ക് മനസ്സിലാവും. ക്വസ്റ്റ്യനകത്ത് എന്താണ്, വഹ് കിടപ്പുണ്ട് അല്ലെ, 4 വഹുണ്ട്. അപ്പോ വഹിനോടൊപ്പം ഏത് ചേർന്നാൽ ഉസ്സേ ആവും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഞാൻ ആ താഴെ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ആ കാര്യം, അതായത് ചില പ്രോനോൺ വേർഡ്സിനോടൊപ്പം കോ ചേർന്നാൽ വരുന്ന മാറ്റമാണ് ആ എഴുതിയിരിക്കുന്നത്. വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ഭാഗത്ത് നിന്നാണ് മിക്കവാറും ചോദിക്കുന്നത്. റയറായിട്ട് മാറ്റിയും ചോദിക്കുന്നുണ്ട്. എന്നാലും ഇത് നന്നായിട്ട് പഠിച്ചു വെക്കണം. അതായത് ഇപ്പോ മെയ് മധികം കോ എന്ന് പറയുമ്പോൾ എന്താണ്, മുച്ചുക്കോ. മെയ് മധികം കോ എന്താണ്, മുച്ചുക്കോ എന്നും പറയും. രണ്ടാമതൊരു ആൻസർ കൂടിയുണ്ട്, എന്താണ്, മുച്ചേ. മുച്ചുക്കോ, മുച്ചേ. ഇപ്പൊ എക്സാമിനൊക്കെ ചോദിച്ചു വരുന്നത് മുച്ചേ, പിന്നെ ഉസ്സേ, ഇങ്ങനെ ഇസ്സേ. നമുക്ക് അറിയാന്നുള്ളത് എന്താണ്, ഉസ്കോ, ഇസ്കോ എന്താണ്, മുച്ചുക്കോ, ഇങ്ങനെയൊക്കെ അറിയാം. പക്ഷേ രണ്ടാമത് നമുക്ക് മുച്ചേ എന്താണ്, തുച്ചേ, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ എന്താണ് പഠിച്ചു വെക്കില്ല. ആദ്യം ഉള്ളതാണ് എന്ത് ചെയ്യുന്നത്, പഠിച്ചു വെക്കുന്നത്. അപ്പോ എന്ത് ചെയ്യും, ഇപ്പൊ പരീക്ഷകൾക്ക് ചോദിക്കുന്നതാണിത്. മെയ്മിനോടൊപ്പം കോ ചേർന്നാൽ മുച്ചുക്കോയും ഉണ്ട്, മുച്ചേയും ഉണ്ട്. തൂവിനോടൊപ്പം കോ ചേർന്നാൽ തുച്ചുക്കോയും ഉണ്ട്, തുച്ചേയും ഒന്നുണ്ട്. വഹിനോടൊപ്പം കോ ചേർന്നാൽ ഉസ്കോയും ഉണ്ട്, ഉസ്സേയും ഉണ്ട്. അടുത്ത യഹിനോടൊപ്പം കോ ചേർന്നാൽ ഇസ്കോയും ഉണ്ട്, ഇസ്സേയും ഉണ്ട്. ഇസ്കോയും എന്നും പറയും, ഇസ്സേ. ഏയോടൊപ്പം കോ ചേർന്നാൽ ഇസ്കോയും ഉണ്ട്, ഇൻഗോ, ഇനേം എന്നും ഉണ്ട്. വേ അധികം കോ എന്താണ്, ഉൻഗോ, ഉനേം. അപ്പോ 2 ആൻസർ വീതമുള്ള കോ ചേർന്ന് വരുന്ന സർവനാമങ്ങൾ. മെയ്മിനോടൊപ്പം കോ ചേർന്നാൽ മുച്ചുക്കോ, മുച്ചേ. തൂവിനോടൊപ്പം കോ ചേർന്നാൽ തുച്ചുക്കോ, തുച്ചേ. വഹിനോടൊപ്പം കോ ചേർന്നാൽ ഉസ്കോ, ഉസ്സേ. എഹിനോടൊപ്പം കോ ചേർന്നാൽ ഇസ്കോ, ഇസ്സേ. എ പ്ലസ് കോ എന്താണ്, ഇൻഗോ, ഇനേം. വേ പ്ലസ് കോ ഉൻഗോ, ഉനേം. ഇത്രയും നന്നായിട്ട് പഠിച്ചു വെക്കുക.